ജസ്ന കേസ് പുനരന്വേഷിക്കണമെന്ന പിതാവ് ജെയിംസ് അന്വേഷണത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും തെറ്റിദ്ധാരണ പരത്തിയതും അന്വേഷണത്തിന് തടസ്സമായെന്നും ജെയിംസിന്റെ വിമർശനം. ജസ്നയെ സിബിഐ കണ്ടെത്തുമെന്ന് മുൻ ഡിജിപി ടോമിൻ തച്ചങ്കരി പറഞ്ഞു. ജസ്നയെ കാണാതായ ഉടൻ എരുമേലി വെച്ചുച്ചിറ പോലീസിൽ പരാതി നൽകി. 8 ദിവസം കഴിഞ്ഞാണ് പോലീസ് അന്വേഷണത്തിനെത്തിയത്. തെളിവുകൾ കണ്ടെത്തുന്നതിന് ഇത് തടസ്സമായെന്നാണ് ജെയിംസിന്റെ വിമർശനം. വെച്ചൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ 8 ദിവസം കഴിഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോലീസ് അന്വേഷണത്തിന് വന്നത്. ഞങ്ങൾ തന്നെ പോയിട്ടാണ് മറ്റേ CCTV ക്യാമറ മുണ്ടക്കത്തും കുമളിയിലെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുത്തെ ക്യാമറയൊക്കെ എടുത്ത് ഞങ്ങൾ തന്നെയാണ് ഫുട്ടേജ് എടുത്ത് ഞങ്ങൾ സ്റ്റേഷനെ കൊണ്ട് കൊടുത്തത്. ആദ്യം കേരള പോലീസിന്റെ ഭാഗത്ത് വെച്ചുറ പോലീസ് വളരെ അനാസ്ഥയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. പുനരന്വേഷണത്തിന് ആവശ്യമുന്നയിക്കും. കൂടിയാലോചനകൾ നടത്തി നിയമ നടപടികളിലേക്ക് നീങ്ങും. നമുക്ക് കുറച്ച് ആലോചിക്കാനുണ്ട്. ആലോചിച്ചിട്ട് അടുത്ത നടപടിയിലേക്ക് പോകും. എന്തായാലും നമ്മൾ ഇത് കണ്ടുകിട്ടുന്നവരെ, ഒരു സൂചന കിട്ടുന്നവരെ നമ്മൾ തുടരായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. CBIയെ കുറ്റം പറയാൻ കഴിയില്ല. കേസ് തെളിയിക്കപ്പെടുമെന്നാണ് കരുതിയത്. ഒരു കണ്ണി പോലെ അന്വേഷിച്ചു പോയ സമയത്ത് സത്യത്തിൽ ഞങ്ങളെല്ലാം ഓർത്തു ഇത് തെളിയിക്കപ്പെടുമെന്ന്. പക്ഷെ അത് CBIയിലേക്ക് പോയി. കേസന്വേഷണ സമയത്ത് ക്രൈംബ്രാഞ്ച് ADGP ചുമതല വഹിച്ചിരുന്നത് ടോമിൻ ജെ തച്ചങ്കരിയാണ്. കേസ് അവസാനിപ്പിച്ചത് സാങ്കേതികത്വം മാത്രമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ മകളെ കണ്ടെത്തുന്നവരെ നിയമപോരാട്ടം തുടരുമെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസും വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോട്ടയം.